ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കുറഞ്ഞ ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് ക്ലാസ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇതൊന്നും നിങ്ങൾക്ക് അത്ര വശമുള്ള, നിങ്ങൾക്ക് പരിചയമുള്ളൊരു കാര്യമല്ല, പരിചയമുള്ളൊരു ടോപ്പിക്കല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് ലെങ്തി ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ടോപ്പിക്കുകളായിട്ട് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്തിടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. എനിക്കത് മനസ്സിലാവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നല്ല. വലിയ പാർട്ട് വീഡിയോസ് ആയിട്ടാണ് വേണമെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലേ നമുക്കതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. നോക്കിയേ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അതിൻ്റെ ആവശ്യം എന്താണ്? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മുടെ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ നിയമം നിർമ്മിക്കേണ്ട ടോപ്പിക്കുകളെ നമ്മൾ പ്രധാനമായിട്ട് 4 ലിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിയൻ ഗവൺമെൻറ് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ യൂണിയൻ ഗവൺമെൻറ് എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്, മോദിജി ഭരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, നമ്മുടെ ഇന്ത്യൻ ഭരണം നിർമ്മിക്കുന്ന, നടപ്പിലാക്കുന്ന, അതിന് പരിപാലിക്കുന്ന ആ മൊത്തം മെക്കാനിസത്തെ നമ്മളൊരു 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്? നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കർ, അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് പറഞ്ഞ ഒരു സ്പീച്ച് അവിടെ കൊടുത്തേക്കുന്നത് ഒന്ന് വായിച്ചു നോക്കിയേ. Constitution is a fundamental document. It defines the position and powers of the 3 branches of government. അപ്പോൾ ഗവൺമെൻറ്റിനെ എത്ര ബ്രാഞ്ചിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 ബ്രാഞ്ച്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ. എന്തിനാണ്? ദ പർപ്പസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ടു ക്രിയേറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ബട്ട് ഓൾസോ ടു ലിമിറ്റ് ദെയർ പവർ. അല്ലേ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചേക്കുന്നത് എന്തിനാണ്? അധികാരങ്ങൾ കൊടുക്കാൻ മാത്രമല്ല, അധികാരത്തിന് ഒരു അതിർവരമ്പ് കൂടെ കൊണ്ടുവരാനാണ്. കാരണം if no limitation is placed on the power of the constitution, there will be total tyranny and total oppression. എന്ന് വെച്ചാൽ നോക്ക്, നമ്മൾ ഒരാളുടെ ഒരു അധികാരം കൊടുക്കുകയാണ് അല്ലെ, നമ്മുടെ ഇടയിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ട് വന്നൊരു വ്യക്തിക്കും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് MLA MP മാർക്കും ചേർന്ന് നമ്മൾ രാജ്യത്തിൻ്റെ ഫുൾ അധികാരം കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ അവർ ഉത്തരം പറയേണ്ട ഒരു മെക്കാനിസം അല്ല, അവർക്ക് പരസ്പരം ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കേണ്ട ഒരു മെക്കാനിസം ഉണ്ടാക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, ഇഷ്ടമുള്ള നിയമങ്ങൾ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, നമ്മൾ ഇഷ്ടമുള്ള അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ തെറ്റ് കാണിച്ചാൽ അത് ചോദിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് കൂടെ ഉണ്ട്, തെറ്റുകൾ കാണിക്കാനും നേർവഴി പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ടും ചെയ്യുകയാണെങ്കിൽ ശിക്ഷ വിധിക്കാൻ എന്തുണ്ട്? ജുഡീഷ്യറി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട്, കോടതികളുണ്ട് അല്ലേ. അപ്പോൾ എന്താണെന്ന് ഇത് 3ൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, 3 സംഭവങ്ങളാണ് അവിടെ വരുന്നത്. ഏതൊക്കെയാണ്? ഗവൺമെൻറ്റിനെ നമുക്ക് മൊത്തത്തിൽ എത്ര ഡിവൈഡ് ചെയ്യാം? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിലാദ്യം വരുന്നതാണ് ഏത്? ഞാൻ ലെജിസ്ലേച്ചറോട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അത് വരുന്നതാണ് എന്ത്? ലെജിസ്ലേച്ചർ. രണ്ടാമത് വരുന്നതാണ് എക്സിക്യൂട്ടീവ്. മൂന്നാമത് വരുന്നതാണ് എന്ത്? ജുഡീഷ്യറി. ഇതിൽ നിയമം നിർമ്മിക്കുന്ന ആൾക്കാരാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാർലമെൻറ്റ് ഇതിനകത്ത് വരും. എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. എന്ന് വെച്ചാൽ ഒരു നമുക്കറിയാമല്ലേ, ഒരു പാർലമെൻറ്റിനകത്ത് മന്ത്രിമാരും MLA മാരും അല്ല, അല്ലെങ്കിൽ അവർ മാത്രമല്ല ഉള്ളതല്ലേ, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ സെക്രട്ടറിമാരുണ്ടല്ലേ, ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ IAS, IPS, IFS പോലെയുള്ള സിവിൽ സർവീസുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് സിവിൽ സർവീസ് IAS, IPS മാത്രമല്ല, നമ്മളെ ഗവൺമെൻറ് സെക്രട്ടറി ജോലി ചെയ്ത് എല്ലാവരും ഇതിനകത്ത് വരും. പിന്നെ വരുന്നതാണ് ജുഡീഷ്യറി. ജുഡീഷ്യറി എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ കോടതികളാണ്. നമുക്കറിയാം ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോടതിയുണ്ട്, ജില്ലാ കോടതിയുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയുണ്ട്, അങ്ങനെ കുറേ കോടതികളുണ്ട്. ഇത് 3 കൂടി ചേർന്നിട്ടാണ് സത്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന 3 രീതിയിൽ ഡിവിഷൻ നടത്തിയിരിക്കുന്നത് എന്തിനാണ്? ഡെമോക്രസി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ്. ഡിക്റ്റേറ്റർഷിപ്പ് നടക്കാൻ പാടില്ല, സ്വേച്ഛാധിപത്യം നടക്കാൻ പാടില്ല. അങ്ങനെ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മെജോറിറ്റി അധികാരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് സൗകര്യമുള്ളതൊന്നും രാജ്യത്ത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ, നമുക്കിപ്പോൾ നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട് വാർത്തകളിലൊക്കെ, മന്ത്രിമാരെ വീട്ടിൽ റെയ്ഡ് നടന്നു, ED വന്നു, അല്ലെ എൻഫോഴ്സ്മെൻറ്റ് വന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ എൻഫോഴ്സ്മെൻ്റ് ഒക്കെ എന്തിനകത്താണ് വരുന്നത്? അത് എക്സിക്യൂട്ടീവിനകത്താണ് വരുന്നത്.
കാരണം നമുക്ക് നികുതി അടയ്ക്കണം, അല്ലെ, അതിന് കാരണം കാണിക്കണം, നമ്മൾ ഒരു വ്യക്തിയുടെ ഇൻകം എത്രയാണ്, അതൊക്കെ നോക്കുന്നു. ഇപ്പോൾ ഒരു എം എൽ എ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ മന്ത്രി എം എൽ എ ഒക്കെയാണ്. അപ്പോൾ അവർ ഇഷ്ടംപോലെ വന്നു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു, അധികാരം പിടിച്ചെടുത്തു, കുറേ കാശുണ്ടാക്കി, കള്ളപ്പണം ഉണ്ടാക്കി. അപ്പോൾ എക്സിക്യൂട്ടീവ് ചോദിക്കും, എവിടുന്ന് ഈ പൈസ കിട്ടി, ആര് തന്നു, എന്തിന് തന്നു? കറക്റ്റ് ഉത്തരം പറയില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നേരെ അടുത്ത് പോയി പറയും, ജുഡീഷ്യറി അടുത്ത് പറയും, ഇയാൾ കാണിക്കുന്നത് ശരിയല്ല. അപ്പോൾ ജുഡീഷ്യറി പറയും, നീ ഇങ്ങോട്ട് വാ, നേരെ ഇതിൻ്റെ അധികാരം രാജിവെച്ചോ, നേരെ ഇങ്ങോട്ട് പോയിക്കോ, ജയിലിനകത്തോട്ട് പോയിക്കോ എന്ന് പറയും. അപ്പോൾ ഇതാണ് ആ റെസ്പോൺസിബിലിറ്റി, ആ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. ഇതാണ് നിങ്ങളിവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അല്ല, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്? നമ്മൾ ലെജിസ്ലേച്ചറിൽ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്താണ് എന്ത് വരുന്നത്? നിയമനിർമ്മാണം വരുന്നത്. എന്ത് വരുന്നത്? LEGISLATURE. ഇതാണ് ലെജിസ്ലേച്ചറിൻ്റെ സ്പെല്ലിംഗ്. ലെജിസ്ലേച്ചറിനകത്താണ് ആര് വരുന്നത്? ഇതിനകത്താണ് ആര് വരുന്നത്? പാർലമെൻറ്റ് വരുന്നത്. എന്ത് വരുന്നത്? പാർലമെൻറ്റ്. എന്താ ലെജിസ്ലേച്ചറിൻ്റെ പാർലമെൻറ്റിൻ്റെയും ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം നിർമ്മിക്കുക, മേക്ക് ലോ. നിയമം നിർമ്മിക്കുക, നിയമത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തുക, കാര്യങ്ങൾ പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ആരുടെ ജോലി? ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നു. അത് ഏതുവഴിയാണ് നടക്കുന്നത്? പാർലമെൻറ്റ് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പാർലമെൻറ്റിനകത്ത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 ഹൗസുകളുണ്ട്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണത്? ലോകസഭയും ഉണ്ട്, അതുപോലെ എന്തുണ്ട്? രാജ്യസഭയും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ലോക്സഭ, രാജ്യസഭ എന്ന 2 സഭകളുള്ള ടൈപ്പ് ഓഫ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈ ക്യാമറൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബൈ ക്യാമറൽ. 2 ഹൗസുകളുണ്ട്. പക്ഷേ നമ്മുടെ കേരള സ്റ്റേറ്റ്, ഇനി മനസ്സിലാക്കുക, പാർലമെൻറ്റ് പോലത്തെ ഒരു സാധനം നമ്മുടെ സ്റ്റേറ്റിനും ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റിലും മന്ത്രിമാരും എം എൽ എമാരും, സെൻട്രൽ ഗവൺമെൻറ് ആകുമ്പോൾ അത് MP മാരെന്ന് നമ്മൾ പറയും, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇതാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. കണ്ടോ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എവിടെയാണുള്ളത്? അത് നമ്മുടെ സ്റ്റേറ്റുകളിലോട്ട്. ഇനി മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഖാവ് പോയിരിക്കുന്ന സ്ഥലം, അതാണെന്ത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റിനകത്തും ചില വലിയ സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പോലെയുള്ള, മഹാരാഷ്ട്ര പോലെയുള്ള, അവിടെ ഇതുപോലത്തെ 2 ഹൗസ് ഉണ്ട്. ഞാൻ തൽക്കാലം അതിലോട്ട് പോകുന്നില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പാർലമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിയമനിർമ്മാണ സഭ. നിയമനിർമ്മാണ സഭയിൽ എന്ത് ചെയ്യും? നിയമം നിർമ്മിക്കും. എത്ര ഹൗസ് ഉണ്ട്? 2 ഹൗസ് ഉണ്ട്. ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. അങ്ങനെ 2 ഹൗസ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്സഭയും രാജ്യസഭയും ഇവിടെ 2ലും ഇലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നിയമം നിർമ്മിക്കുമ്പോൾ അവർ പരസ്പരം ഭരണപക്ഷം ഉണ്ടാവും. ഈ ലോക്സഭ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, രാജ്യസഭ എടുത്താൽ അതിന് 2 പാർട്ടിയുണ്ട്. ഒന്നൊരു റൂളിംഗ് പാർട്ടി കാണും. ഓക്കെ, പിന്നെ എന്തോ കാണും? ഒരു ഒപ്പോസിഷൻ പാർട്ടി കാണും. ഭരണപക്ഷവും കാണും, പ്രതിപക്ഷവും കാണും. ഈ പറയുന്ന ഇലക്ഷനിലൂടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. അപ്പോൾ നോക്കിക്കും, അപ്പോൾ എങ്ങനെയാണ് ഈ ലോക്സഭയിലോട്ട് രാജ്യസഭയിലോട്ട് ആൾക്കാർ വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? ത്രൂ ഇലക്ഷൻ. ഇലക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ MP ഇലക്ഷൻ. ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ പല പല നിയമസഭാ മണ്ഡലങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലികളായിട്ട് തിരിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യുവൻസികളായിട്ട് തിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇഷ്ടമുള്ളവർക്ക് മത്സരിക്കാൻ പറ്റും. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാൾക്കും ലോക്സഭാ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ പങ്കെടുക്കുന്നു. മൊത്തം നമ്മുടെ ഇന്ത്യൻ ലോക്സഭയിൽ 550 സീറ്റാണുള്ളത്. ഓക്കെ, ഈ 550 സീറ്റിൽ ചിലപ്പോൾ ഒരേ സമയം ഇലക്ഷൻ നടക്കണമെന്നില്ല. ഇപ്പം നമ്മൾ കണക്കനുസരിച്ച് ഇപ്പോഴത്തെ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ലോക്സഭയിൽ 543 മെമ്പേഴ്സേ ഉള്ളൂ. എത്രയേ ഉള്ളൂ? 543 മെമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഇതിൽ മേജോറിറ്റി വോട്ട് കിട്ടുന്ന ആൾക്കാർ ആരായിട്ട് മാറും? റൂളിംഗ് പാർട്ടി ആയിട്ട് മാറും. ഇപ്പോഴത്തെ ഇതിനകത്ത് NDA ആണ് റൂളിംഗ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, BJPയുടെ പാർട്ടി. ഓക്കെ, BJP വേറെ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഇവിടെ എന്തെന്ന് പറയുന്നത് ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലോക്സഭ രാജ്യസഭ പോകുന്നത്. ഇനി രാജ്യസഭയിലോട്ട് ഇലക്ഷൻ നടക്കും. പക്ഷേ ആ ഇലക്ഷൻ നമ്മൾ കാണുന്ന പോലെ നമ്മൾ പോയി വോട്ട് ചെയ്യുന്ന ഇലക്ഷൻ അല്ല. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ല, ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടെന്ന്. സ്റ്റേറ്റിനകത്ത് ഇവിടെ നിന്നിട്ട് ഈ സ്റ്റേറ്റിനകത്തുള്ള MLA മാരെ വോട്ടിട്ട് ജയിപ്പിക്കുന്ന ആൾക്കാരാണ് എങ്ങോട്ട് പോകുന്നത്? രാജ്യസഭയിലോട്ട് പോകുന്നത്. ഓക്കെ, ഈ രാജ്യസഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ പറയാം. ഞാൻ ഒരു പൊതുവിലൊരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ അപ്പർ ഹൗസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അപ്പർ ഹൗസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ രാജ്യസഭയിലും എന്തുണ്ട്? റൂളിംഗ് പാർട്ടിയുടെ ആൾക്കാരും ഉണ്ട്, ഒപ്പോസിഷൻ പാർട്ടിയുടെ ആൾക്കാരും ഉണ്ട്. മാത്രമല്ല മൊത്തം 250 സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത്. ഇതിനകത്ത് 12 സീറ്റ് എന്ന് പറയുന്നത് നോമിനേറ്റഡ് ആണ്. ഓക്കെ, എന്താണ് നോമിനേറ്റ്? അത് പ്രസിഡന്റ് സെലക്ട് ചെയ്യുന്ന കുറച്ച് കലാ, കായിക, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ വരും. ബാക്കിയുള്ള അത്രയും എന്താണ്?
ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്ന മെമ്പേഴ്സാണ്. ഓക്കെ, ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ രാജ്യസഭയ്ക്ക് അങ്ങനെ ഒരു കാലാവധി ഇല്ല. എന്ന് വെച്ചാൽ എപ്പോഴും രാജ്യസഭയിൽ കുറേ ആൾക്കാരുണ്ടാവും, ഒരുമിച്ചാരും ഇറങ്ങിപ്പോവില്ല, ഒരുമിച്ചാരും വന്ന് കയറില്ല. പക്ഷേ ലോക്സഭയിൽ അങ്ങനെയല്ല, 5 കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോകണം, വീണ്ടും ഇലക്ഷൻ നടത്തി തിരിച്ചു വരണം. അല്ലെങ്കിൽ ഇപ്പോൾ റൂളിംഗ് പാർട്ടി ഓപ്പോസിഷൻ പാർട്ടിക്ക് ആർക്ക് മെജോറിറ്റി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ കൂട്ടുകക്ഷി തുടങ്ങും. നമ്മളതിനെ കൊയിലേഷൻ എന്ന് പറയും. എന്ത് പറയും? കൊയിലേഷൻ ഗവൺമെൻറ് എന്ന് പറയും. പക്ഷേ കൊയിലേഷൻ ഗവൺമെൻറ്റിൽ ആരെങ്കിലും കാലൊക്കെ വാരി കഴിഞ്ഞ് മന്ത്രിസഭ താഴെ വീണു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പം സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാർലമെൻറ്റിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നിട്ട് നോക്കാം. ശരി, സെപ്പറേഷൻ ഓഫ് പവറിനകത്ത് എത്ര എണ്ണം വരുന്നുണ്ട്? 3 എണ്ണം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതിനകത്ത് ആദ്യം വരുന്നതാണ് ലെജിസ്ലേച്ചർ. എവിടെയാണ് നടക്കുന്നത്? പാർലമെൻറ്റിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ എഴുതണം മേക്ക് ലോ ഫോർ ദ കൺട്രി. രാജ്യത്തിന് നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് ലെജിസ്ലേച്ചറിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. അതായത് വരാൻ പോകുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളും ആസ്പിറേഷൻസും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നത്. അത് നടക്കുന്നത് ത്രൂ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. എന്ന് വെച്ചാൽ അവിടെ എത്ര ഹൗസ് ഉണ്ട്? 2 ഹൗസ് ഉണ്ട്. ലോകസഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്. വലിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലാണ് ഈ പറഞ്ഞ പരിപാടി ചെയ്യുന്നത്. അതുപോലെ വലിയ പോപ്പുലേഷനുള്ള സ്റ്റേറ്റുകളും ഇത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഡെമോക്രാറ്റിക് ഡിസ്കഷൻസും ഡിബേറ്റും ഒക്കെ നടക്കുക എന്നതാണ് ഈ പറഞ്ഞ 2 ഹൗസുകളുള്ളതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് സ്റ്റേറ്റ് നിയമം നിർമ്മിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ നിയമസഭ, കേരള നിയമസഭ. ഇവിടെ നോക്കിയേ, ഫങ്ഷൻസ് പറയുന്നുണ്ട്. ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കുന്ന ആൾ, ലെജിസ്ലേച്ചറിലേക്ക് പാർലമെൻറ്റിൻ്റെ ജോലി എന്തൊക്കെയാണ്? ഒന്നാമത്തെ ജോലി നിയമം നിർമ്മിക്കുക. 2, ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഫോർ ദ പബ്ലിക് ട്രഷറി. അല്ലെ, ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഫണ്ട്, പൈസ, കാര്യങ്ങളൊക്കെ എന്തിന് വിനിയോഗിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. ഇഷ്ടമുള്ള പോലെ അങ്ങ് ചിലവാക്കാൻ പറ്റത്തില്ല, എന്തിനൊക്കെ ചിലവാക്കി എന്നുള്ള കണക്ക് ഒക്കെ കാണിക്കണം. അത് നോക്കാനായിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയോ, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. കാരണം നിയമസഭയിൽ നിന്ന് ഈ പറയുന്ന ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന പാർലമെൻറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിനെയും അതുപോലെ വൈസ് പ്രസിഡന്റിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നിയമസഭാ സ്പീക്കറിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കൺട്രോൾ ചെയ്യുന്നത്. ആക്ട് ആസ് എ ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇംപീച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എലക്ട് ചെയ്യപ്പെട്ട് പോയ ഒരാൾ MLA യോ MP യോ ആയിക്കോട്ടെ, അയാൾ മന്ത്രിയായി എന്ന് വിചാരിച്ചോട്ടെ, പക്ഷേ അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പറ്റും. അതും എങ്ങനെയാണ്? ഇലക്ഷൻ വഴിയാണ്. എങ്ങനെ? നമ്മൾ ഇലക്ഷൻ അല്ല, ഈ പറയുന്ന ഇലക്ട് ചെയ്ത് പോകുന്ന MP മാരില്ലേ, അവർക്കിടെ ഇലക്ഷൻ നടത്തിയിട്ട് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, കൺസിഡർ ആൻഡ് ഗീവ് അസെൻറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി, നിയമത്തിൻ്റെ അമെൻമെൻറ്റുകൾക്ക് വേണോ വേണ്ടെന്ന് തീരുമാനം എടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ലെജിസ്ലേച്ചറാണ്. ഓക്കെ, ആ 2 ഹൗസ് ഉണ്ട്. ആദ്യത്തെ ഹൗസ് ലോകസഭ. ഈ ലോക്സഭയെ നമ്മൾ ലോവർ ഹൗസ് എന്നും വിളിക്കാറുണ്ട്. ഈ പറയുന്ന മെമ്പേഴ്സ് എലക്ട് ചെയ്യപ്പെടുന്നു. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ലോക്സഭ ഇലക്ഷനിൽ പങ്കെടുക്കാം. 5 കൊല്ലത്തേക്കാണ് എലക്ട് ചെയ്യപ്പെടുന്നത്. 550 സീറ്റുകൾ നിലവിലുള്ളതിൽ 543 ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ഹെഡാണ് ആര്? സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ. അതുപോലെ തന്നെ കേരള നിയമസഭയിലും സ്പീക്കറുണ്ട്. നമ്മൾ വാർത്തയിലൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന അവിടെ ഇടയ്ക്കിടെ തർക്കം നിൽക്കുകയല്ലേ, ഇവർ പല പ്രശ്നങ്ങൾ വിളിച്ച് പറയുന്നു, ബഹളം വയ്ക്കുമ്പോൾ അവിടെ ഇരിക്കൂ 5 മിനിറ്റ് നിങ്ങളവിടെ ഇരിക്കും എന്നൊക്കെ മൈക്കിൽ കൂടി വിളിച്ച് പറയുമല്ലോ. നടുക്ക് ഇരിക്കുന്ന ഒരാൾ, അയാളാണ് ആരെന്ന് പറയുന്നത്? സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗവൺമെൻറ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. മെജോറിറ്റി കിട്ടുന്ന ആൾ ഗവൺമെൻറ് ഫോം ചെയ്യും. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊയിലേഷൻ ഫോം ചെയ്യും. ഇനി കൊയിലേഷൻ ഫെയിലായാൽ വീണ്ടും ഇലക്ഷൻ നടത്തി വീണ്ടും വരും. അത് 5 കൊല്ലത്തേക്കാണെങ്കിലും 5 കൊല്ലം തന്നെ പൂർത്തിയാക്കണമെന്നൊന്നുമില്ല, രാജിവെച്ചൊക്കെ പോവാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 2 സഭകളുള്ളതിൽ ഏറ്റവും കൂടുതൽ പവറുള്ള സഭ ഏതെന്ന് ചോദിച്ചാൽ അത് ലോകസഭയാണ്. കാരണം നോക്കിയേ, ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ നമ്മൾ തൊട്ട് മുമ്പ് ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആക്ട് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് പബ്ലിക് ട്രഷറി. ട്രഷറി എന്ന് വെച്ചാൽ പൈസ ആയിട്ടുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ പൈസയായിട്ട് ബന്ധപ്പെട്ട തീരുമാനം മൊത്തം എടുക്കുന്ന ആരാണ്? ലോകസഭയാണ്. അപ്പോൾ കൂടുതൽ പവറുള്ള സഭ ഏതാണ്? ലോക്സഭയാണ്. ഡയറക്റ്റ് എലക്ട് ചെയ്യപ്പെട്ട് വന്ന സഭ ഏതാണ്? ലോക്സഭയാണ്. അപ്പോൾ മെയിൻ ലോക്സഭ, രാജ്യസഭ ഒരു സഭ. നോക്കിയേ, പൈസയുമായി ബന്ധപ്പെട്ട് വരുന്ന മണി ബില്ലും ആളെ മാറ്റേണ്ട നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവിശ്വാസ പ്രമേയം. അതായത് ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വിശ്വാസ്യത പോരാ, വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് തീരുമാനിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിശ്വാസ പ്രമേയം മുന്നോട്ട് വയ്ക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. അത് വയ്ക്കണമെങ്കിൽ എവിടെയായിരിക്കണം? അത് ലോക്സഭയിലായിരിക്കണം. കാരണം പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ മോദിജി ഇരിക്കുന്നത് എവിടെയാണ്? അത് ലോകസഭയിലാണ്. ഓക്കെ,
അപ്പോൾ ലോക്സഭയാണ് മെയിൻ സഭ. ആ സഭയിലാണ് ആരിയ്ക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു റൂളിംഗ് പാർട്ടിയുടെ ഹെഡ് പ്രൈം മിനിസ്റ്റർ അല്ലേ. അപ്പോൾ അയാളെ മാറ്റണമെന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം? അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയി പറയണ്ടേ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലോക്സഭ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് രാജ്യസഭ. നമ്മളതിനെ അപ്പർ ഹൗസ് എന്ന് വിളിക്കും. ആലോചിച്ച് വെച്ചാൽ മതി, 30 വയസ്സ് കംപ്ലീറ്റ് ആയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാജ്യസഭ ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ലോക്സഭ ഇലക്ഷൻ എന്ന് വെച്ചാൽ രാജ്യത്തിനെ മൊത്തം നമ്മൾ പല പല കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രാജ്യസഭ ഇലക്ഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, കേരളം, തമിഴ്നാട്, കർണാടക പോലത്തെ സ്റ്റേറ്റിലെ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മളവിടെ ഒരു നിശ്ചിത നമ്പർ ഓഫ് സീറ്റുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കേരളത്തിന് 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്. ഇതിലേക്കാണ് മത്സരം നടക്കുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് നിയമസഭയിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വോട്ട് ചെയ്ത് രാജ്യസഭയിലോട്ട് മെമ്പർമാരെ അയക്കുന്നത്. ഇവർക്ക് പവർ കുറച്ച് കുറവാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യസഭയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? അത് സ്പീക്കർ അല്ല, വൈസ് പ്രസിഡന്റ് ആണ്. മാത്രമല്ല ഇതൊരു പെർമനൻറ്റ് ഹൗസാണ്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ ഒരിക്കലും ഒരുമിച്ച് റിട്ടയർ ആവുന്നില്ല. അതായത് 5 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങി പോകുന്ന പരിപാടിയല്ല. ഓരോരുത്തർക്കും 5 കൊല്ലം ഉണ്ടെങ്കിൽ എപ്പോഴും 1/3 ഓഫ് ദ മെമ്പേഴ്സ് എന്തായിരിക്കും? ഓരോ 2 വർഷം, 5 വർഷം എന്ന് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? റിട്ടയർ ചെയ്യും. അപ്പോൾ അങ്ങനെ വീണ്ടും ഇലക്ഷൻ നടത്തി വേക്കൻസി ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും രാജ്യസഭ ഒഴിഞ്ഞു കിടക്കത്തില്ല. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി 280 സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത്. 238 ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്നതും 12 നോമിനേറ്റ് ചെയ്ത് വരുന്നതുമാണ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? പല പല പറയുന്ന മേഖലകളിൽ നിന്നുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് ഇതിലോട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സുരേഷ് ഗോപി കുറേ കാലം മുമ്പ് ഇതുപോലത്തെ ഒരു രാജ്യസഭ MP ആയിരുന്നു. സാംസ്കാരികം സിനിമാതിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഓക്കെ, ഇനി വൈസ് പ്രസിഡൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ, കാരണം വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിലല്ലേ. അപ്പോൾ അത് രാജ്യസഭയിൽ വേണം പറയാൻ. പക്ഷേ പ്രൈം മിനിസ്റ്റർ മാറ്റണമെങ്കിൽ ലോക്സഭയിൽ പോയി പറയണം. ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. ഇനി രാജ്യസഭ പ്രധാനമായിട്ട് ഈ ഓൾ ഇന്ത്യ സർവീസുമായിട്ട് ബന്ധപ്പെട്ട IAS IPS ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട അധികാരം ആർക്കാണുള്ളത്? അത് രാജ്യസഭയ്ക്കാണുള്ളത്. ഓക്കെ, അത് ആർക്കാണുള്ളത്? രാജ്യസഭയ്ക്കാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന സെപ്പറേഷൻ ഓഫ് പവേഴ്സിനകത്ത് പറയുന്നത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ലെജിസ്ലേച്ചറിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ലെജിസ്ലേച്ചർ, അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണ്, എന്താണ് ലോക്സഭ. കണ്ട ലോക്സഭ ഇവിടെയാണ് സ്പീക്കർ ഇരിക്കുന്നത് ഈ നാട്ടിലായിട്ട്. എന്താണ് രാജ്യസഭ? പുതിയ പാർലമെൻറ്റ് മന്ത്രി വന്നേക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് രാജ്യസഭയിൽ ആരിയിരിക്കുന്നത്? വൈസ് പ്രസിഡന്റ് ഇരിക്കുന്ന സ്ഥലം. ബാക്കി മെമ്പേഴ്സ് ഇരിക്കും. ഇതിൻ്റെ ഈ പറയുന്ന ആളിരിക്കുന്ന വലതുവശത്തിരിക്കുന്ന ഭരണപക്ഷവും ഇടതുവശത്തിരിക്കുന്ന പ്രതിപക്ഷവും ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ നോക്കിയേ, രാജ്യസഭ ലോക്സഭ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? ലോക്സഭ ലോവർ ഹൗസ്, രാജ്യസഭ അപ്പർ ഹൗസ്. ലോക്സഭയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ നടന്നു വരും. ഇവിടെയാണെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. മൊത്തം 550 സീറ്റുണ്ട്. ഇവിടെ 250 സീറ്റുണ്ട്. 5 വർഷത്തേക്കാണ് ലോക്സഭ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ്? അങ്ങനത്തെ ഒരു ടേം ഇല്ല എന്ന് പറയാൻ പറ്റും. കൂടുതൽ പവർ ഉള്ളത് ആർക്കാണ്? ലോക്സഭയ്ക്കാണ്. മണി ബില്ലിൽ തീരുമാനം എടുക്കുന്ന ആരാണ്? ലോക്സഭയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകൾക്ക് തീരുമാനം ഫൈനൽ എടുക്കുന്ന ആരാണ്? ലോക്സഭയാണ്. പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്നത് ലോക്സഭയിലാണ്. പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്നത് ലോക്സഭയിലാണ്. ലോക്സഭയുടെ ഹെഡാണ് സ്പീക്കർ. രാജ്യസഭയുടെ ഹെഡ് ആരാണ്? വൈസ് പ്രസിഡൻ്റ് ആണ്. ഓൾ ഇന്ത്യ സർവീസുകളുടെ മാൻഡേറ്റ് എടുക്കുന്ന ആരാണ്? രാജ്യസഭയാണ്. അങ്ങനെ കുറേ വ്യത്യാസം പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5-6 അവിടെ എഴുതി വെച്ചു. ഇനി വരുന്നതാണ് ഇന്ത്യയിലുള്ള ഈ പറയുന്ന നിയമനിർമ്മാണ പ്രക്രിയയിലോട്ട് വരുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം അത് കുറച്ച് പറയാനുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു പ്രമേയം അവതരിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് ഒരു നിയമമായിട്ട് മാറുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്, അമെൻമെൻറ്റിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.